ഇത് അള്ളാഹിനോടുള്ള സംസാരമാണ് പ്രിയപ്പെട്ടവരെ. ഇതിന്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കിയിട്ട് ഇത് എന്തിനാണ് അറിഞ്ഞിട്ട് നമ്മൾ ചെയ്താൽ ആ മാധുര്യം നമുക്ക് കിട്ടൂലേ? ജീവിതത്തിൽ ഒരിക്കൽ പോലും ആ നിസ്കാരത്തിന്റെ മാധുര്യം അനുഭവിക്കാതെ മരിച്ചു പോകുന്നവർ എത്ര നിർഭാഗ്യവാന്മാരാണ്. പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയുടെ ആ അത്ഭുതങ്ങൾ അറിയാതെ മരിച്ചു പോകുന്നവർ എത്ര നിർഭാഗ്യവാന്മാരാണ്. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ഒരു ശിഷ്യൻ വന്നിട്ട് പറഞ്ഞു, ഞാൻ രാത്രി നിസ്കാരത്തില് ഖുർആൻ ഒരുപാട് ജുസുകൾ ഓതി തീർക്കാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, മോനെ, ഇന്ന് നീ നിസ്കരിക്കണ നേരത്ത് നിന്റെ അടുത്ത് ഞാൻ ഇരിക്കുന്നുണ്ട് എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ വന്നിട്ട് നിസ്കരിച്ചു നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ആ ശിഷ്യൻ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, ഇന്നലെ ഞാൻ നിസ്കാരത്തിന് വേണ്ടി നിന്നപ്പോ എന്റെ മനസ്സിൽ വല്ലാത്തൊരു പേടി, കാരണം ഉസ്താദ് ഇവിടെ അടുത്തുണ്ടല്ലോ എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഓരോന്നും ശ്രദ്ധിച്ചാണ് ചെയ്തത്, വളരെയേറെ ആത്മാർത്ഥമായി ചെയ്തു, ഫാത്തിഹയൊക്കെ കൃത്യമായിട്ട് ഓതി. അതുകൊണ്ട് വളരെ കുറഞ്ഞ സൂറത്തുകളെ എനിക്ക് ഓതാൻ കഴിഞ്ഞതുള്ളൂ. അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, മോനെ, നാളെ നീ നിസ്കരിക്കുന്ന സമയത്ത് നിന്റെ തൊട്ടടുത്ത് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ ഇരിക്കുന്നുണ്ടെന്ന് വിചാരിച്ചു നോക്ക്. പിറ്റേ ദിവസം ആ മനുഷ്യൻ വരികയാണ്, പ്രിയപ്പെട്ട ഉസ്താദേ, ഇന്നലെ രാത്രി എനിക്ക് ഫാത്തിഹ പോലും പൂർത്തിയാക്കാൻ ഞാൻ വല്ലാതെ പ്രയാസപ്പെട്ടു പോയി. അടുത്താരായിരിക്കുന്നത്? ആ ഹബീബിന്റെ മേലിൽ ഖുർആൻ ഇറങ്ങിയതാണ്. ഞാൻ ഓതുമ്പോ എന്തെങ്കിലും തെറ്റ് വന്നു പോയാൽ, എന്റെ നിസ്കാരത്തിൽ എന്തെങ്കിലും പോരായ്മകൾ വന്നു പോയാൽ മുത്തുനബി തങ്ങൾ അത് കാണൂലേ എന്ന് കരുതിയിട്ട് ഞാൻ വല്ലാതെ ശ്രദ്ധയോടെ